ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തില് 27-ാമത്തെ അധ്യായമാണ് നമുക്കിനി നോക്കുവാനുള്ളത്. ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് മഴയിൽ നിന്ന് ഗോകുലവാസികളെ രക്ഷിച്ചത്. അതോടുകൂടി 7 ദിവസത്തെ ആ പെരുമഴയത്തുപോലും ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് രക്ഷിച്ചു എന്നുള്ള ആ അത്ഭുതം കണ്ടുകൊണ്ട് ദേവേന്ദ്രനും സുരഭിയും ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നു. ശ്രീകൃഷ്ണൻ രക്ഷിച്ചു വന്നിരുന്ന ഗോകുലവാസികളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുവല്ലോ, അതിന് മാപ്പ് ചോദിച്ച് ഭഗവാനെ തൊഴുവാൻ വേണ്ടിയാണ് ഇന്ദ്രൻ വന്നത് എങ്കിൽ, പശുക്കൾ കാമധേനുവിൻ്റെ മക്കളാണല്ലോ, ആ പശുക്കളെ ഇന്ദ്രൻ പെയ്യിച്ച മഴയിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി പറയുവാൻ വേണ്ടിയാണ് കാമധേനു അവിടേക്ക് വന്നതും. ദൃഷ്ടശ്രുതാനുഭാവോസ്യ കൃഷ്ണസ്യ അമിത തേജസ, അമിത തേജസ്സോടുകൂടിയ അമിത മാഹാത്മ്യത്തോടുകൂടിയ ഭഗവാന്റെ മാഹാത്മ്യം നേരിട്ട് കണ്ടറിഞ്ഞതിനാൽ അഹങ്കാരം നശിച്ചുകൊണ്ട് ഇന്ദ്രൻ തൊഴുത് ഭഗവാനെ സ്തുതിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ ശ്രീകൃഷ്ണ സ്വരൂപം ധരിച്ചിരിക്കുന്നു. അതില് രജോ ഗുണത്തിൻ്റെയോ തമോ ഗുണത്തിൻ്റെയോ രജഹ ഒരു കണിക പോലും ഇല്ല തന്നെ. ശുദ്ധമായ സത്വമാണ്, അത് പൂർണ്ണതയുമാണ്, ജ്ഞാന സ്വരൂപമാണ്, നിർവികാരമാണ്. എന്നാൽ ശരീരമാണ് താൻ എന്ന തോന്നലോടുകൂടിയ മായാമയോയം, അജ്ഞാനത്തോടുകൂടി സംബന്ധപ്പെട്ടതും സംസാരബന്ധം ഒട്ടും തന്നെ ഇല്ലാത്തതാണ് അങ്ങയുടെ ഈ സ്വരൂപം. അങ്ങനെയാണെങ്കിൽ അല്ലയോ ഭഗവാനെ, കാമം, ക്രോധം, ലോഭം മുതലായ വികാരങ്ങൾ അങ്ങേക്ക് എങ്ങനെ ഉണ്ടാകാനാണ്? അപ്പോ എന്നോടുള്ള അസൂയ കൊണ്ടാണ് അങ്ങ് ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് പറയാൻ വയ്യ. അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവാണ്. 3 ലോകങ്ങളുടെയും അധിപതിയാണ് ഞാൻ എന്ന് അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്ന എന്നെ പോലെയുള്ളവരെ ശിക്ഷിക്കാനും സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനുമാണ് അങ്ങ് സ്വേച്ഛപ്രകാരം അനേക തരത്തിലുള്ള അവതാരങ്ങളെ സ്വീകരിച്ച് പലവിധ ലീലകൾ നടത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റ് പുറത്ത് ഇനി എനിക്കിങ്ങനെ തെറ്റുകൾ ചെയ്യുവാൻ തോന്നാത്ത വിധം എന്നെ അനുഗ്രഹിക്കണേ. അങ്ങയെ വെല്ലുവിളിക്കുവാനുള്ള ദുർബുദ്ധി എനിക്ക് ഇനി തോന്നരുതേ. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാം പതയേ നമഃ. അല്ലയോ ഭഗവാനെ, പരമപുരുഷനായി വിരാജിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. എല്ലാവരിലും അന്തര്യാമിയായിട്ട് നിലകൊള്ളുന്ന, സർവജ്ഞനായി നിലകൊള്ളുന്ന മഹാത്മനെ അങ്ങേക്ക് നമസ്കാരം. വസുദേവരുടെ പുത്രനും
ശ്രീകൃഷ്ണൻ എന്ന നാമത്തോടു കൂടിയവനും സാത്വതാം പതയേ നമഃ, സാത്വികരുടെ യാദവരുടെ പതിയുമായ അങ്ങയ്ക്ക് നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം. ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ദ്രയാഗം മുടക്കി എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ ദേഷ്യം കൊണ്ട് ഗോകുലത്തെ നശിപ്പിക്കുവാനായിട്ട് കാളമേഘങ്ങളെ കൊണ്ട് ശക്തിയായ മഴ പെയ്യിച്ചു നോക്കി. എന്നാൽ എൻ്റെ പരിശ്രമം നിഷ്ഫലമായി തീരുകയാണുണ്ടായത്. അങ്ങ് ഗോവർദ്ധന പർവ്വതത്തെ കുടയായി ചൂടിച്ചുകൊണ്ട് യാദവന്മാരെയൊക്കെ, ഗോകുലവാസികളെയൊക്കെ അങ്ങ് അനുഗ്രഹിച്ചു, രക്ഷിച്ചു. അങ്ങനെ എൻ്റെ അഹങ്കാരം നശിപ്പിച്ച് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങയ്ക്കിതാ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇപ്രകാരമുള്ള ഇന്ദ്രന്റെ സ്തുതി കേട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. ശ്രീ ഭഗവാനുവാച, ഇന്ദ്രനാണ് താൻ എന്നുള്ള ഐശ്വര്യം കൊണ്ട് മതിമറന്ന് ഇരിക്കുന്ന അങ്ങയെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയും എന്നെ സദാ സ്മരിക്കുന്നതിനു വേണ്ടിയുമാണ് ഞാൻ അങ്ങയുടെ യാഗം മുടക്കിയത്. അങ്ങയുടെ അഹങ്കാരം ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അഹങ്കാരം കൊണ്ട് മതിക്കുന്ന വിവേകം നശിക്കപ്പെട്ടവർ എന്നെ ഒരിക്കലും ഓർമ്മിക്കുന്നില്ല. അവരെ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? അവരുടെ എല്ലാ സമ്പത്തും ഞാൻ എടുത്തു കളയും. തം ഭ്രംശയാമി സമ്പദ്ഭ്യോ യസ്യ ചേച്ഛാമി അനുഗ്രഹം. അല്ലയോ ഇന്ദ്ര, അങ്ങ് പൊയ്ക്കൊള്ളുക. അങ്ങേക്ക് നന്മയുണ്ടാകട്ടെ. അഹങ്കാരം വെടിഞ്ഞ് സ്വന്തം കർത്തവ്യങ്ങൾ നിർവഹിക്കുക. തുടർന്ന് സുരഭീദേവി വന്ന് ഭഗവാനെ സ്തുതിച്ചു. സുരഭിർവാച, അല്ലയോ ഭഗവാനെ, മഹായോഗിയായ ഭഗവാനെ, വിശ്വാത്മൻ, വിശ്വസംഭവ, അങ്ങ് ഞങ്ങളുടെയൊക്കെ രക്ഷകനായി വന്നതോടുകൂടി അനാഥരായിരുന്ന ഞങ്ങൾ സനാഥരായി തീർന്നിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഇന്ദ്രനായി തീരണം. ബ്രഹ്മദേവന്റെ പ്രേരണയനുസരിച്ച് ബ്രഹ്മണാനോദിതാവയം ഞാൻ അങ്ങയെ ഞങ്ങളുടെ ഇന്ദ്രനായി അഭിഷേകം ചെയ്യുന്നു. അവതീർണോസി വിശ്വാത്മൻ, ഹേ വിശ്വാത്മൻ, ഭൂമിയർ ഭാരാപനുത്തയെ, ഭൂമിയുടെ ഭാരം നശിപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ അങ്ങ് അവതരിച്ചിരിക്കുന്നത്. ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് ഇന്ദ്രസുരർഷിഭിസ്സാഗം നോദിതോ ദേവമാതൃഭി അഭ്യഷിഞ്ചത ദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യദാത്. അങ്ങനെ സ്തുതിച്ചുകൊണ്ട് കാമധേനു ശ്രീകൃഷ്ണ ഭഗവാനെ പാലുകൊണ്ട് ഗോവിന്ദൻ ഗോവിന്ദൻ എന്ന നാമത്തോടുകൂടി അഭിഷേകം ചെയ്തു. ഐരാവതം അതുപോലെ തൻ്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്നിരുന്ന ആകാശഗംഗാ തീർത്ഥം കൊണ്ട് ദേവമാതാക്കളുടെയൊക്കെ, അതിഥി മുതലായവരുടെയൊക്കെ, അതിഥി ദേവിയുടെ പ്രേരണ കൊണ്ടൊക്കെ ഇന്ദ്രൻ ഭഗവാനെ അഭിഷേകം ചെയ്തു. എല്ലാവരും ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ എന്നിങ്ങനെ ഗോവിന്ദ ഗോവിന്ദ എന്ന നാമത്തോടുകൂടി എല്ലാവരും കീർത്തിച്ചു. ആ സമയത്ത് നാരദൻ മുതലായ, തുമ്പുരു മുതലായ ഋഷീശ്വരന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്,
അങ്ങനെ എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയെ വാഴ്ത്തി സ്തുതിച്ചു. അപ്സര സ്ത്രീകളൊക്കെ സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തു. ദേവന്മാരൊക്കെ വാദ്യങ്ങൾ മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്തു. അങ്ങനെ ലോകം മുഴുവനും ആനന്ദത്തിൽ ലയിച്ചിരിക്കെ ഗോലോകത്തിലുള്ള ആ പശുക്കളൊക്കെ പാല് ചൊരുത്തുവാനായിട്ട് ആരംഭിച്ചു അത്രേ. നദികളിൽ നാനാരസോഘ സരിത, സരിത്തുക്കൾ, നദികൾ പാല്, തേന് മുതലായ രസങ്ങൾ ഒഴുക്കി തുടങ്ങി. വൃക്ഷാസൻ മധുസ്രവാഹ, വൃക്ഷങ്ങളൊക്കെ തേൻ ഒഴുക്കി തുടങ്ങി. കൃഷി ചെയ്യാതെ തന്നെ വയലിൽ ധാരാളം ധാന്യങ്ങൾ വിളഞ്ഞു നിന്നു. ഗിരയോ അഭിഭ്രത് ഉന്മണീൻ, പർവ്വതങ്ങളില് രത്നങ്ങള് കണ്ടു തുടങ്ങി. മാത്രമല്ല, ആ ഗോവിന്ദാഭിഷേകം നടന്ന സമയത്ത് സ്വതേ ക്രൂരരായ ജന്തുക്കൾ പോലും ശാന്തരായി തീർന്നു. ക്രൂരാണ്യപി നിസർഗത. അങ്ങനെ ഗോക്കളുടെയും ഗോകുലത്തിൻ്റെയും അധിപതിയായി കൃഷ്ണനെ അഭിഷേകം ചെയ്ത ശേഷം അനുജ്ഞാത, ഭഗവാന്റെ അനുജ്ഞ വാങ്ങിക്കൊണ്ട് ശക്രോ വൃതോ ദേവാദിഭിർദിവ, ഇന്ദ്രനും കാമധേനുവും സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ ഗോവിന്ദൻ എന്നുള്ള നാമം കൂടി ഭഗവാന് ലഭിച്ചു. ഗോവിന്ദൻ എന്ന് പറയുന്ന നാമം വളരെയധികം പ്രാധാന്യത്തോടു കൂടിയുള്ളതാണ്. ഗോക്കളെ രക്ഷിച്ചവൻ എന്നർത്ഥമുണ്ടെങ്കിലും ഭൂമിയെ മുഴുവനായിട്ട് രക്ഷിച്ചവൻ എന്നും വേദത്തെ രക്ഷിക്കുന്നവൻ എന്നും, ഗോ എന്ന് വച്ചാൽ പിന്നെ ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന പേരിലും എന്നർത്ഥത്തോടു കൂടിയും ഒക്കെ ധാരാളം വ്യാഖ്യാനങ്ങൾ. ഗോവിന്ദൻ എന്ന് പറയുന്ന നാമം കലികാലത്ത് വളരെയധികം പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു നാമം. ആചാര്യസ്വാമികൾ പോലും ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ രക്ഷിക്കുന്നവനായ ആ ഭഗവാൻ ഗോവിന്ദൻ നമ്മുടെയൊക്കെ നാവിലും ഗോവിന്ദനാമം എപ്പോഴും ഉച്ചരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇതാണ് ഈ അധ്യായത്തിൽ പറയുവാനുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ സപ്തവിംശതിതമോऽധ്യായ. ശ്രീശുക ഉവാച. ഗോവർദ്ധനെ ധൃതേ ശൈല ആസാരാദ്രക്ഷിതേ വ്രജേ ഗോലോകാദാവ്രജൽ കൃഷ്ണം സുരഭിശക്ര ഏവ ച. വിവിക്ത ഉപസംഗമ്യ വ്രീഡിതഃ കൃതഹേളനഃ പസ്പർശപാദയോരേനം കിരീടേനാർക്കവർച്ചസാ. ദൃഷ്ടശ്രുതാനുഭാവോസ്യ കൃഷ്ണസ്യാമിത തേജസാ നഷ്ടത്രിലോകേശമദ ഇന്ദ്ര ആഹ കൃതാഞ്ജലി. ഇന്ദ്ര ഉവാച. വിശുദ്ധസത്വം തവ ധാമ ശാന്തം തപോമയം ധ്വസ്ത്രജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യത്തെ തേ ഗ്രഹണാനുബന്ധ. കുതോനു തദ്ധേ തവ ഈശതൽകൃതാ ലോഭാദയോ യേ ബുധലിംഗഭാവാ. തഥാപി ദണ്ഡം ഭഗവാൻ ബിഭർത്തി ധർമ്മസ്യ ഗുപ്ര്യൈഖലനിഗ്രഹായ. പിതാ ഗുരുസ്ത്വം ജഗതാമധീശോ ദുരത്യയഃ കാല ഉപാത്തദണ്ഡ. ഹിതായ സ്വേച്ഛാതനുഭിः സമീഹസേ മാനം വിധുന്വൻ ജഗദീശമാനിനാം. യേ മദ്ഭിദാജ്ഞാ ജഗദീശമാനിനസ്ത്വാം വീക്ഷ്യ കാലേ ഭയമാശു തന്മദം ഹിത്വാര്യമാർഗം പ്രഭജന്ത്യപസ്മയാ ഈഹാഖലാനാമപി തേനുശാസനം. സത്വം മമൈശ്വര്യമതപ്ലുതസ്യ കൃതാഗസസ്തേ വിദുഷഃ പ്രഭാവം
ക്ഷന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭൂന്മതിരീശ മേ സതീ. തവാവതാരോയമധോക്ഷജേഹ സ്വയംഭരാണാമുരുഭാരജന്മനാം ചമൂപതീനാമഭവായ ദേവ ഭവായുഷ്മച്ചരണാനുവർത്തിനാം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാം പതയേ നമഃ. സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ. മയേദം ഭഗവൻ ഗോഷ്ഠനാശായ അസാരവായുഭിः ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിനാ തീവ്രമന്യുനാ. ത്വയേശാനുഗൃഹീതോऽസ്മി ധ്വസ്തസ്തംഭോ വൃഥോദ്യമഃ. ഈശ്വരം ഗുരുമാത്മാനം ത്വാമഹം ശരണം ഗതഃ. ശ്രീശുക ഉവാച. ഏവം സങ്കീർത്തിതഃ കൃഷ്ണോ മഘോനാ ഭഗവാനമും മേഘഗംഭീരയാ വാചാ പ്രഹസന്നിദമബ്രവീത്. ശ്രീഭഗവാനുവാച. മയാ തേ കാര്യമഘവൻ മഖഭംഗോനുഗൃഹ്ണത മദനുസ്മൃതയേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാഭൃശം. മാമൈശ്വര്യശ്രീമദാന്ധോ ദണ്ഡപാണിം ന പശ്യതി തം ഭ്രംശയാമി സമ്പദ്ഭ്യോ യസ്യ ചേച്ഛാമ്യനുഗ്രഹം. ഗമ്യതാം ശക്രഭദ്രം വഃ ക്രിയതാം മേനുശാസനം സ്ഥീയതാം സ്വാധികാരേഷു യുക്തൈർവഃ സ്തംഭവർജിതൈഃ. അഥാഹസുരഭിः കൃഷ്ണമഭിവന്ദ്യ മനസ്വിനീ സ്വസന്താനൈരുപാമന്ത്ര്യ ഗോപരൂപിണമീശ്വരം. സുരഭിരുവാച. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാ വയമച്യുത. ത്വം നഃ പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗത്പതേ ഭവായ ഭവഗോ വിപ്രദേവാനാം യേ ച സാധവഃ. ഇന്ദ്രം നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാ നോദിതാ വയം അവതീർണോऽസി വിശ്വാത്മൻ ഭൂമേർഭാരാവനുത്തയേ. ശ്രീശുക ഉവാച. ഏവം കൃഷ്ണമുപാമന്ത്രസുരഭിः പയസാത്മനഃ ജലൈരാകാശഗംഗായാം ഐരാവതകരോദ്ധൃതൈः. ഇന്ദ്രസുരഋഷിഭിः സാകം നോദിതോ ദേവമാതൃഭിः അഭ്യഷിഞ്ച തദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യദാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തത്രാഗതാസ്തുംബുരു നാരദാദയോ ഗന്ധർവവിദ്യാധരസിദ്ധചാരണാഃ ജഗുര്യശോ ലോകമലാപഹം ഹരേഃ സുരാംഗനാഃ സംനൃതുർമുദാന്വിതാഃ. തം തുഷ്ടുവുർദേവനികായകേതവോ വ്യവാകിരംശ്ചാദ്ഭുതപുഷ്പവൃഷ്ടിഭിः ലോകാഃ പരാം നിർവൃതിമാപ്നുവംസ്ത്രയോ ഗാവസ്തദാഗാമനയൻ പയോദ്രുതാം. നാനാരസൗഘാഃ സരിതോ വൃക്ഷാ ആസന്മധുസ്രവാः ആകൃഷ്ടപച്യൗഷധയോ ഗിരയോ ബിഭ്രതുന്മണീൻ. കൃഷ്ണേഭിഷിക്ത ഏതാനി സത്വാനി കുരുനന്ദന നിർവൈരാണ്യഭവം സ്ഥാത ക്രൂരാണ്യപി നിസർഗത. ഇതി ഗോകുലപതിം ഗോവിന്ദമഭിഷിച്യ സ അനുജ്ഞാതോ യയൗ ശക്രോ വൃതോ ദേവാതിഭിർദിവം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഇന്ദ്രസ്തുതിർനാമ സപ്തവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.